പിണറായിയുടെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം അല്ലല്ലോ. പാലിൽ കുതിർത്ത കശുവണ്ടിപ്പരിപ്പ് ഈ പറയുന്ന പൗരപ്രമുഖർക്ക് സമ്മാനിക്കുന്നതായിരുന്നല്ലോ അല്ലെ. മുഷിഞ്ഞ വസ്ത്രവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ പിടിച്ചു പുറത്താക്കുകയാണ് ചെയ്യുക. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ആരും കാരണഭൂതത്തെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞാൽ കാരണഭൂതത്തെ, കമ്മ്യൂണിസ്റ്റ് നേതാവായ കാരണഭൂതത്തെ തൊഴിലാളികൾ കാണാൻ വരരുത്, കർഷകർ കാണാൻ വരരുത്, അധ്വാനിച്ച് പണിയെടുക്കുന്നവർ കാണാൻ വരരുത്, ചുമട്ട് തൊഴിലാളികൾ കാണാൻ വരരുത്, ഓട്ടോറിക്ഷ തൊഴിലാളികൾ കാണാൻ വരരുത്. ആര് വരണം? ഇവിടെ മുതലാളിമാരും കാട്ടുകള്ളന്മാരും അഴിമതിക്കാരും കള്ളുകച്ചവടക്കാരും വന്നാൽ മതി എന്നായിരുന്നു ഇത്രയും കാലം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തിട്ടൂരം. അത് വി.ഡി. സതീശൻ മാറ്റുകയാണ് അല്ലേ. എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് ഇതാണ്. ജയദേവികയുടെ നിലപാട്, ശാരദക്കുട്ടിയുടെ നിലപാട്. എന്നിട്ടും അന്തംഗമ്മി ഇതൊന്നും അറിയാതെ, അന്തംഗമ്മികൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവർക്ക് ഒറ്റ താല്പര്യം മാത്രമേ ഉള്ളൂ. കാരണഭൂതത്തെ വീണ്ടും കൊണ്ടാടണം, കാരണഭൂതത്തെ അല്ലെങ്കിൽ മരുവാനെ വീണ്ടും കൊണ്ടാടണം. ഇത് മാത്രമേ ഉള്ളൂ ഈ അന്തംഗമ്മികളുടെ ഒരേ ഒരു ആവശ്യം. അല്ലാതെ ഇതിലെ നല്ല വശം ഇവർക്ക് അറിയാത്തതല്ല. എന്നിട്ട് കള്ളക്കഥകൾ, അതാണ് കള്ളക്കഥകൾ ഉണ്ടാക്കിയാണ് ഈ 3000